SKN40 യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചെങ്കിൽ മലപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. മലപ്പുറത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മൾ SKN40 ഒരു കോളേജിലെത്തി. കോളേജ് മാർത്തോമ കോളേജ് ചുങ്കത്തറ. അവിടെ കുറച്ച് അവിടുത്തെ കിഡിലോസ്കി എന്നൊക്കെ അവകാശപ്പെടുന്ന കിഡിലോസ്കിയൊക്കെ ആയ കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ട്. ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇവർക്ക് ഒരു കുറേ അധികം സമ്മാനങ്ങൾ കൊടുക്കാം. ഓക്കെ, റെഡിയല്ലേ? ഒരു മസിലൊക്കെ പിടിച്ച് വെക്കുന്ന പോലെ. അതായത് നിന്നെ കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് മസിൽ പിടിച്ചൊരു ഒരു സങ്കടം വരുന്നു എനിക്ക്. ഓക്കെ, ചോദ്യം ചോദിക്കാം. 3 ചോദ്യമേ ഉള്ളൂ. 3 ചോദ്യത്തിന് ടപ്പേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കുറച്ച് സമ്മാനം തരുന്നു. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. റെഡിയല്ലേ? നേരത്തെ എങ്ങനത്തെ ചോദ്യങ്ങളാണെന്ന് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു തരണോ? ഇപ്പോൾ SKN തൻ്റെ മാധ്യമ ജീവിതത്തിൽ എത്രാമത്തെ വർഷമാണ് ഈ യാത്ര നടത്തുന്നത്? 40. ഇവിടെ എഴുതിയിട്ടുണ്ട്. തൊപ്പിയിലടക്കം എഴുതി വെച്ചിട്ടുണ്ട്. സോ സിമ്പിൾ ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ചോദ്യം നമ്പർ 1. നിങ്ങളൊക്കെ അടുക്കളയിൽ കയറലുണ്ടോ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ അപ്പൻ അടുക്കളയിൽ കയറാറുണ്ട്, അമ്മ അടുക്കളയിൽ കയറാറുണ്ട്, സഹോദരങ്ങളൊക്കെ അടുക്കളയിൽ കയറാറുണ്ട്. നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പച്ച നിറത്തിലുള്ള 5 പച്ചക്കറികളുടെ പേര് പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. പച്ച കളറിലുള്ള 5 പച്ചക്കറികളുടെ പേര് പറയണം. അത്രേ ഉള്ളൂ ചോദ്യം. ഓക്കെ, എവിടെയാണ് തുടങ്ങുന്നത്? ഒരാൾ ആരാണ്? ഓക്കെ, ആയുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേരെന്താ? അജിനാണ് പറയാൻ പോണേ. അജിനെ? പച്ചമുളക് 1, വെണ്ടയ്ക്ക, കുക്കുംബർ 3 കുക്കുംബർ, പിന്നെ പച്ച നാരങ്ങ. അത് പരിഗണിക്കണോ? ഓ, പാവ എല്ലാം അതുകൊണ്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. പാവയ്ക്ക, പിന്നെ പടവലങ്ങ, പിന്നെ ക്യാബേജ്. അതിനോട് എന്താ ഒരു സ്നേഹം കൊച്ചിന്. ഇത്രയും സ്നേഹം അതിനോട് വേണ്ട കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ 5 ഒരു കൈയടി കൊടുക്കൂ. ശരി, ഓക്കെ. ചോദ്യം നമ്പർ 2. വേണ്ട, ഈ ചോദ്യം തന്നെ വേറെ ആർക്ക്, പക്ഷേ ഒരാൾക്ക് കൂടെ ഉത്തരം പറയാം. അജിൻ പറഞ്ഞ ഒരൊറ്റ ആൻസർ പോലും പറയാൻ ഉൾപ്പെടുത്താൻ പറ്റില്ല. പെൺകുട്ടികൾക്ക് ചാൻസ് കൊടുത്താലോ? ഒരാൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് മസിൽ പിടിച്ച് വളരെ ഏതാണ്ട് പരീക്ഷ എഴുതാനിരിക്കണ പോലെ ഒരാൾ ഇരിപ്പുണ്ട്. എന്താ പേര്? ഹംദ. അങ്ങനെ ഒരു പേര് കിടുമോ മനുഷ്യന്മാർക്ക്? ഞാൻ വെറുതെ ചോദിച്ചോട്ടോ. ഹംദ നല്ല പേര് തന്നെ. ഹംദ പറയാൻ പറ്റുമോ? പച്ച നിറത്തിലുള്ള 5 പച്ചക്കറികളുടെ പേര് പറയണം. മുരിങ്ങ, ചീര. അത് പറഞ്ഞു. കറിവേപ്പില 3 കറിവേപ്പില. വെണ്ടക്ക, ക്യാപ്സിക്കം ഒന്നുകൂടെ പറഞ്ഞു. വെണ്ടക്ക പറഞ്ഞോണ്ട് ഒന്നുകൂടെ പറഞ്ഞു. പച്ച നിറത്തില് മല്ലിച്ചപ്പ്. ഓക്കെ, ഒരു കൈയടി വരട്ടെ. അപ്പൊ ഹംദ ഉത്തരം പറഞ്ഞു. ഇനി ഒരു ചാൻസ് കൂടെ തരാം. ആ ഭാഗത്തേക്ക് ഇപ്പോൾ വരും. അടുത്ത ചോദ്യമായിട്ട് വരാം. ഓക്കെ, കുഴിമന്തിന്റെ ചോദ്യം അടുത്ത് അങ്ങോട്ട് വരാം. ശരി, ഓക്കെ. അപ്പൊ ഈ ചോദ്യം തന്നെ ഒരാളും കൂടെ ഉത്തരം പറയട്ടെ. പറ്റില്ല, ഒന്ന് ഇവിടെ പോവാ. കോവയ്ക്ക പച്ച കളറല്ലേ? പിന്നെ ഇത് ക്യാബേജ് പറഞ്ഞു. പിന്നെ മുരിങ്ങയ്ക്ക, പിന്നെ ക്യാപ്സിക്കം, പച്ചമാങ്ങ, പച്ചവാഴയ്ക്ക, പാവയ്ക്ക. ഓക്കെ, ഒന്നൊരു കൈയ്യടി കൊടുക്കും. അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ, ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എന്തോ കുറ്റം, എന്നെ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാളോട് ചോദ്യം ചോദിക്കാം. സിനിമ കാണലുണ്ടോ? ഇല്ലേ? ഇടയ്ക്ക് കാണുമല്ലോ. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള 5 നടിമാരുടെ പേര് പറഞ്ഞേ. നടിമാരുടെ ഇല്ല, നീ വന്ന റിഷാൽ. എന്തൊരു നിന്റെ പേരോ? ഓക്കെ, മഹിമ, മഞ്ജുമ, മമിത, ബൈജു. ഓക്കെ, 3 അതിലിപ്പോ നേരത്തെ പറഞ്ഞ മമിത, മമത. ഇത്രയും നാണമൊക്കെ ഉണ്ടോ നിനക്ക്? ഓക്കെ, ഒരു കൈയ്യടി കൊടുക്കോ. ശരിയാ. ഓക്കെ, ഇതേപോലത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. സെയിം ഒരു ചോദ്യം കൂടെ ഉണ്ട്. മലയാള സിനിമയിലെ അഭിനയിക്കുന്ന മാൻ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള 5 നടന്മാരുടെ പേരാണ്. ഇവനാണോ പറയണ്ടേ? ഇവൻ പറഞ്ഞാൽ ശരിയാവോ? ഓക്കെ, പറഞ്ഞോ. മോഹൻലാല്, മമ്മൂട്ടി, മാമുക്കോയ, പിന്നാരാ, മുകേഷ്, സ്നേഹല്ലേ, മുരളി ഗോപി, കലാഭവൻ മണിയല്ല, കലാഭവൻ ഷാജോൺ, മണി. ഓക്കെ, റെഡി. ഓക്കെ, കൈഡ് കൊടുത്തു. ഓക്കെ, ലാസ്റ്റ് റൗണ്ട്. ഇതിലാണ് നമ്മൾ യഥാർത്ഥ വിജയികളെ തീരുമാനിക്കുന്ന യഥാർത്ഥ സമ്മാനം കൊടുക്കണേ. ഓക്കെ, ഫൈനൽ റൗണ്ടാണ്. ഇതിൽ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്.
റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്ന് തെറ്റാതെ 6 പ്രാവശ്യം പറഞ്ഞാൽ മതി. റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്ന് തെറ്റാതെ മിസ്സിന് ഞാൻ കുറച്ചുകൂടെ കടുപ്പുള്ള ചോദിച്ചു. ഇങ്ങ് വാ മിസ് ഇവിടെ കയറിക്കോ. മിസ് വാ, ഓടി വാ. ഓക്കെ ഓടുന്നു ആണോ? എന്നാൽ ഈ കൊച്ചിനോട് ചോദിക്കാം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. മിസ് പറയട്ടെ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ് ബ്ലൂ ബൾബ്. മിസ്സിന് സ്നേഹം കൊണ്ട് സമ്മാനമൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ പിള്ളേർക്ക് സമ്മാനം തരുന്നതായിരിക്കും. ഓക്കെ, ആർക്കാ ധൈര്യമുള്ള റെഡ് ബൾബ് ബ്ലൂ ബൾബ്? റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ് ബ്ലൂ ബൾബ്. മിസ്സിന് കൊടുത്ത കയ്യടി ഇവിടെയും കൊടുക്കണം. ഇനി ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മെയിൻ കഥാപാത്രങ്ങളിൽ ഒരാളോട് ചോദിക്കുകയാണ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഓക്കെ കയ്യടി വരട്ടെ. ഇനി ചോദ്യം വേണമെന്നുണ്ടോ? സമയം പോയില്ലേ? മടുത്തുമില്ലേ നന്നായിട്ട്? അതുകൊണ്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സമ്മാനങ്ങൾ കൊണ്ടുവരാം. സോ നമ്മൾ സമ്മാനം ഒരാൾക്ക് എല്ലാം കൂടെ കൊടുത്തേക്കുവാണ്. മെഡിമിക്സിന്റെ സോപ്പാണ്. മെഡിമിക്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കഴിഞ്ഞ കുറേ കാലമായിട്ട് മെഡിമിക്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. മെഡിമിക്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഓൾറെഡി ഓയിലി സ്കിന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ നിങ്ങളുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആക്കാൻ പറ്റും. പിന്നെ എന്തൊക്കെ വന്നാലും മെഡിമിക്സ് ഇട്ട് കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക ഉണ്ടാവില്ലേ? അറിയാലോ അത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വർഷമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലയാളികളുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെഡിമിക്സ് ആണ് സമ്മാനം കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും കൊടുക്കൂടെ? തികഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം വരുന്ന സമയത്ത് ഞാൻ തരുന്നതായിരിക്കും. പറഞ്ഞു വയ്ക്കുന്നത് മെഡിമിക്സ് താങ്ക് യു സ്പോൺസർ ചെയ്തതിന് താങ്ക് യു. ശരി, ഓക്കെ. അപ്പോൾ സന്തോഷം. വീണ്ടും കാണാം. സോ വെറൈറ്റി പേരുള്ളവർക്കും വെറൈറ്റി അല്ലാത്ത പേരുള്ളവർക്കും ഭയങ്കര സ്നേഹത്തോടെ ഞങ്ങൾ ഇവിടേക്ക് സ്വാഗതം ചെയ്ത മാർത്തോമ കോളേജിലെ എല്ലാ പിള്ളേർക്കും എന്താ പറയുക, സന്തോഷം. ഓക്കെ, റെഡി, ബൈ. താങ്ക് യു.